IPC, CRPC തുടങ്ങിയിട്ടുള്ള നിയമങ്ങളെല്ലാം മാറ്റി നാഗരിക ആധുനിക നിയമസംഹിതകൾ പോലുള്ള ഹിന്ദി പേരുകളാക്കി അതിനെ മാറ്റി. അപ്പോൾ ഹിന്ദി പേരാക്കി ഈ IPC, CRPC ഒക്കെ മാറ്റുന്നതിനെതിരെ വലിയ വിമർശനം സൗത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന്. ഇന്നിപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജി, മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഈ നിയമസംഹിതകളുടെ പേരുകൾ താൻ പറയില്ല, തനിക്ക് ഹിന്ദി അത്ര വശമില്ല, പറയുമ്പോൾ അത് ശരിയാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ IPC, CRPC എന്ന് മാത്രമേ ഉപയോഗിക്കൂ എന്ന് മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പറയുകയാണ്. ഇങ്ങനെ വന്നാൽ നമുക്കറിയാവുന്ന പോലെ കോടതികളിലെ, ഹൈക്കോടതികളിലെയും സുപ്രീം കോടതികളിലെയും ഒക്കെ വാദങ്ങൾ, ജഡ്ജ്മെൻറ്റുകളെല്ലാം ഇംഗ്ലീഷിലാണ്. അതിൻ്റെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണ്. എന്നിരിക്കെ ഇവയെല്ലാം ഹിന്ദിയിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എത്ര പേർക്ക് അത് മനസ്സിലാവുക എന്നൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ പ്രശ്നം ആൾക്കാർ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം ഹിന്ദി വൽക്കരണത്തിനായിട്ടുള്ള വിമർശനമുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ ഹിന്ദി വിമർശനത്തിന് എതിരെ ഹിന്ദി തെരിയാതെ പോടാ എന്ന് ഉദയനിധി ട്വിറ്ററിൽ മറുപടി വരുന്നത് കണ്ടതാണ്. അപ്പോൾ ഈ വലിയൊരു ഒരു പ്രതിരോധം കാണുകയാണ്, വിമർശനം കാണുകയാണ്. അതാണ് നമ്മൾ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. ദിവസം ഇപ്പം ഈ ഹൈക്കോടതി ജഡ്ജി പറയുന്നതൊക്കെ അസാധാരണ സംഗതിയാണ്. ഈ ഹിന്ദി വൽക്കരണത്തിൻ്റെതായിട്ടുള്ള ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു സാധ്യത എന്തുമാത്രമാണ്? അല്ല, ഈ ഹൈക്കോടതി ജഡ്ജി പുള്ളിയതൊരു ഭയങ്കര ലൈറ്റർ ടോണിലാണ് പറയുന്നത്. മുമ്പൊരു CRPCയിലെ ഏതൊരു വകുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ കോർട്ട് റൂമിലുള്ള അഭിഭാഷകരുടെ സഹായം തേടുകയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇത് ഒന്ന് വ്യാഖ്യാനിക്കുന്ന കാര്യത്തിൽ. അപ്പം പല അഭിഭാഷകരും അതിൽ എൻഗേജ് ചെയ്യുന്നു. അതിനകത്ത് ഒരു അഭിഭാഷകൻ പുതിയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അപ്പോഴാണ് പറയുന്നത് ആ പുതിയ നിയമം, ഈ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ്, CRPC. നോക്കൂ, ഇയാൾ പുതിയ നിയമം എന്നാണ് പറഞ്ഞത്, അതിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എനിക്കും പറയാൻ പറ്റില്ല, ഞാനും പറയില്ല, എനിക്കത് വഴങ്ങില്ല എന്ന് പറയും. അത് വെറുതെ പറയുന്നതല്ല. ഈ പറഞ്ഞമാതിരി തമിഴ്നാട്ടിൽ ഇതിനെതിരായിട്ടുള്ള വികാരമുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇതിങ്ങനെ കോടതിയിൽ വാദിക്കുമ്പോൾ ഭാരതിക് നഗരിക് സുരക്ഷാ സംഹിത എന്നൊക്കെ. ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ് എന്ന് നമ്മളിങ്ങനെ ചുമ്മാ പറയുകയാണ്. പക്ഷെ അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. നമുക്ക് നമ്മുടെ ഭരണഘടന ഉൾപ്പെടുത്തിയുള്ള 22ഓളം ഭാഷകളുണ്ട്. 8th ഷെഡ്യൂൾ അല്ലേ, 8th ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 22, അതെല്ലാം നമ്മുടെ ഔദ്യോഗിക ഭാഷകളാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് സർക്കുലറൊക്കെ അയക്കുന്നതിൽ അതിന് ഒരു ചട്ടമുണ്ട്. 1976 ഒഫീഷ്യൽ ലാംഗ്വേജ് റൂൾസ് ഉണ്ട്. അതിനകത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറിയും 3 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. ABC. എയിൽ വരുന്നത് നമ്മുടെ സാധാരണ ഹിന്ദി സംസ്ഥാനങ്ങളുണ്ടല്ലോ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉത്തർപ്രദേശൊക്കെ വരുന്ന സംസ്ഥാനങ്ങൾ. അതിൽ പറയുന്നത് അവിടേക്ക് ഹിന്ദിയിലാണ് അയക്കുക. ഏതെങ്കിലും ഒന്നിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആവശ്യമാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. B കാറ്റഗറി വരുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡാമൻ ഡ്യൂ ഒക്കെ, അവർക്കും ഇത് തന്നെയാണ്. അതിനകത്തൊരു എക്സ്ട്രാ വ്യവസ്ഥകളെന്ന് വെച്ചാൽ അവരുടേതായ ലാംഗ്വേജിൽ വേണമെന്ന് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ പെർട്ടിക്കുലർ പെർട്ടിക്കുലർ സാധനങ്ങൾ ആവശ്യപ്പെടുക, അതും കൂടെ കൊടുക്കാമെന്നാണ്. C എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് ബാക്കി സംസ്ഥാനങ്ങളാണ്. ഈ സദേൺ സ്റ്റേറ്റ്സ് ഉണ്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ട്, ജമ്മു കാശ്മീർ, അവർക്കൊക്കെ ഇംഗ്ലീഷിലാണ് അയക്കുക എന്ന് 76 ഒഫീഷ്യൽ ലാംഗ്വേജ് റൂൾസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹിന്ദി അങ്ങനെയുള്ള ഇതല്ല, രാഷ്ട്രഭാഷയല്ല, അല്ലെങ്കിൽ ഈ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഭാഷയല്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടനാപരമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ മുമ്പ് പറഞ്ഞാൽ നമ്മൾ ഈ BJP സർക്കാരിനെ കുറിച്ച് പൊതുവെ ആളുകളുടെ ഒരു ധാരണ, അവർക്കും ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭരണഘടനാ ഭേദഗതി വരുത്തി കളയും. അപ്പോൾ പാർലമെൻറ്റിൽ, അപ്പോൾ നമ്മളിങ്ങനെ ഭരണഘടനാ ഭേദഗതി നടത്താൻ എന്തൊക്കെയാണ് വേണ്ടത്? പാർലമെൻറ്റ് 2 സഭകളിലും അബ്സല്യൂട്ട് മെജോറിറ്റി, 50% സ്റ്റേറ്റ് അസംബ്ലീസിൻ്റെ സപ്പോർട്ട്. അങ്ങനെയൊന്നും വേണ്ടതേ, അങ്ങനെയൊന്നും വേണ്ട. ഭരണഘടന അങ്ങനെ തന്നെ അവിടെ ഇരിക്കും. അങ്ങനെ ഇരിക്കെ തന്നെ മറ്റ് പല വഴികളിലൂടെ ചിലപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ, ബില്ല് പോലെ ആയിരിക്കില്ല, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിലൂടെ ഇങ്ങനെ കാര്യങ്ങൾ പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. CRPC, IPC, എവിഡൻസ് ആക്ട്, ഇത് 3ലും മാറ്റം വരുത്തിയിട്ട് അതെന്താ ശരിക്കും? അത് ഈ 3 നിയമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ഇത് കൊളോണിയൽ, ഓഫ് കോഴ്സ് അത് കൊളോണിയൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അതിൻ്റെ അടിസ്ഥാനം അതിൽ വന്നുള്ള മാറ്റങ്ങൾ പലതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ അതിനകത്ത് അതിൻ്റെ പേര്, അതിലെല്ലാ എന്താണ് പറയുക, ടെർമിനോളജീസും എന്താണ് ഹിന്ദിയായി മാറുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? ഹിന്ദി ഈ പറയുന്ന രാഷ്ട്രഭാഷയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
ഹിന്ദിയെ രാഷ്ട്രഭാഷയാക്കി മാറ്റുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയൊന്നുമില്ല. പക്ഷേ ഫലത്തിൽ എന്ത് സംഭവിക്കുന്നു? അങ്ങനെയായി മാറുന്നു. ഈ നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് തമിഴ്നാട്ടിലാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രതിഷേധമുള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അവിടുത്തെ ഈ ഗവർണർ ഉണ്ടല്ലോ, RN രവി, അദ്ദേഹം ഓരോ ദിവസവും, ഇന്നലെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, നേതാജിയാണ് ചെയ്തത്. ഈ പ്രാണപ്രതിഷ്ഠ ദിവസത്തിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ പൂജാരിമാരൊക്കെ ഭയങ്കര ബേജാറിലാണ്, പേടിച്ച് കഴിയുകയാണ് സർക്കാരിൻ്റെ ഇതേമാതിരി. ഇങ്ങനെ ഈ മട്ടിലാണ് ഒരു എന്താ പറയുക, ഒരു സംഘ് പരിവാറിൻ്റെ സൈബർ പോരാളിയെ പോലെ പെരുമാറുന്ന ഒരു ഗവർണറാണ് അവിടെ ഇരിക്കുന്നത്. ഓഫ് കോഴ്സ് ഇപ്പുറത്തുനിന്ന് അതിനെതിരായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം പറഞ്ഞ മാതിരി ഇദ്ദേഹം ഒരു ടീഷർട്ട് ഇട്ടും ഹിന്ദി തെരിയാതെ പോടാ എന്ന് പറഞ്ഞിട്ട് മന്ത്രിയാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുമ്പോൾ അയാൾ അവിടുത്തെ മന്ത്രിയാണ്. അങ്ങനെയാണ് അങ്ങനെ പ്രതികരിക്കുന്നത്. ഒരു ഗുണകരമായ പോക്കല്ല യഥാർത്ഥ. ഇത് കൂടുതൽ ഇവർ ഈ പറയുന്ന എന്താണ് ദേശീയ ഐക്യം, ദേശീയ ഉദ്ഗ്രഥനവും ഏറ്റവും സാധ്യമാവുക ഞങ്ങളിലൂടെയാണ്, ഞങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ശക്തികളെന്ന് പറയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് നിന്ന് ഈ അതിശക്തമായിട്ടുള്ള പ്രതിരോധം ഉണ്ടായി വരുന്നത്. ഇത് എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന ദേശീയോദ്ഗ്രഥനത്തെയും ഈ പറയുന്ന അടിച്ചേൽപ്പിക്കലുകളെയും പരോക്ഷ വഴികളിലൂടെ ഉള്ള ഏൽപ്പിക്കൽ ഇവരെങ്ങനെയാണ് ഇതിനെ യോജിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ ഈ പറഞ്ഞ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണല്ലോ. ഒരു കോടതിയിൽ വളരെ ഫ്ലുവൻ്റായിട്ടൊരു വക്കീൽ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാരതീയ ന്യായ സംഹിത എന്താണ് രണ്ടാമത്തെ CRPC എന്താ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ പ്രൊസീജിയർ കോഡിന് നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പേരിടുന്നത് എന്തിനാണ് എനിക്കത് മനസ്സിലാവുന്നില്ല. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് വെച്ചാൽ എന്താണ്? അത് ക്രിമിനൽ പ്രൊസീജിയേഴ്സ്, അതായത് ഒരു ക്രൈം ചെയ്തു, ആ ക്രൈമിൻ്റെ എന്താണ് ഒരു നിയമത്തിൻ്റെ ചട്ടങ്ങൾ അതെങ്ങനെ നടപ്പാക്കണം എന്നുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. നാഗരിക് എന്ന് പറഞ്ഞാൽ സിറ്റിസൺ, പൗരസുരക്ഷാ സംഹിതയാണോ അത് യഥാർത്ഥത്തിൽ? അയാളെ ശിക്ഷിക്കാനുള്ള സംഹിതയല്ലേ? എനിക്കിത് മനസ്സിലാവുന്നില്ല എന്താണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുക എന്നുവെച്ചാൽ ഒട്ടൊരു എന്താണ് ചിന്ത അപ്ലൈ ചെയ്യാത്ത ഒരു കാര്യമാണത്. രണ്ടാമത്തെ കാര്യം, ഈ ഇതിൽ മാറ്റങ്ങൾ പലതും പോസിറ്റീവാണെന്ന് പറഞ്ഞു. പോസിറ്റീവായ മാറ്റങ്ങളുണ്ട്. അതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ ഈ CRPCയിലെ ഏറ്റവും പോസിറ്റീവായ മാറ്റം ടെക്നോളജിയെ ഈ ജുഡീഷ്യൽ പ്രോസസ്സുമായിട്ട് ഭയങ്കരമായിട്ട് മോഡേണൈസ് ചെയ്യുന്നുണ്ട്. ആൾക്കൂട്ട ആക്രമണമൊക്കെ ഒരു പ്രത്യേക കുറ്റമായിട്ട് കാണുന്നുണ്ട് അതിനകത്ത്. അതിലെനിക്ക് ചെറിയ വിമർശനങ്ങളുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളെ കൊല്ലുകയാണ്. ഇപ്പോൾ IPC പ്രകാരം 302 ആണ് അതിന് നമുക്ക് ജീവപര്യന്തം തടവാലി വധശിക്ഷയാണ് ലഭിക്കുക. ഇപ്പോൾ ഞാൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ജീവപര്യന്തമോ തടവ് ശിക്ഷ കിട്ടും. ആൾക്കൂട്ടാക്രമണത്തിന് ശിക്ഷ എന്താണെന്നറിയാം? അത് ഒരാൾക്കൂട്ടമായി ഡിഫൈൻ ചെയ്യപ്പെട്ടാൽ, മൊബൈൽ ഡിഫൈൻ ചെയ്യപ്പെട്ടാൽ ജീവപര്യന്തമില്ല. 10 വർഷത്തിൽ താഴെ ശിക്ഷയുള്ളൂ. അതാണ് നല്ല പരിപാടി. അപ്പോൾ കൊല്ലണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കൊല്ലാന്ന്. ആൾക്കൂട്ടം കൊലക്കെതിരെ നിയമം ഉണ്ടാകണമെന്ന് സുപ്രീം കോടതി നേരത്തെ ആവശ്യപ്പെട്ടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഞങ്ങളിത് പരിഷ്കരിക്കാൻ പോകണം, അപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എളുപ്പം എന്ന് വെച്ചാൽ ഒരാളെ കൊല്ലണമെങ്കിൽ ഒരാൾക്കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ ശിക്ഷ കുറച്ചേ ഉള്ളൂ. അതാണ് ഇതിലേറ്റവും രസകരമായ കാര്യം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എക്കണോമിക് ഒഫൻസ് ടെററിസത്തിൻ്റെ പരിധിയിൽ വരുത്തിക്കൊണ്ട് നേരത്തെ UAP-യിൽ ഒരു മാറ്റം വരുത്തിയിരുന്നു. ഇതിപ്പോൾ IPC-യിലുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഒരു ഷെഡ്യൂൾഡ് ലോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ UAP ഒരാൾക്കെതിരെ ഇടണമെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും പോലീസുകാരന് കുട്ടമ്പിളയ്ക്ക് അത് ഇടാം, അങ്ങനെ ഒരു സംഭവം എഴുതി വയ്ക്കാം, വേണമെങ്കിൽ എന്തോ SP മറ്റോ അന്വേഷിക്കണമെന്നാണ്. അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ ഉള്ളപ്പോൾ പോലും ഇത് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആളുകളെ പരമാവധി ഇടങ്ങിറക്കുക എന്നല്ലാണ്ട് ഇതിനപ്പുറം വേറെ ഒന്നുമില്ല ഇതിൽ. ഇത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൗണ്ടറിൻ്റെ പേരെന്താണെന്ന് അറിയോ? ഇപ്പോൾ ഇൻഫർമേഷൻ കൗണ്ടർ അല്ല, അപ്പോൾ ഏതോ ഒരു ഹിന്ദി വാക്കാണ്. എനിക്ക് തന്നെ ഓർമ്മ, എനിക്ക് ഹിന്ദി അറിയാവുന്നവരാണ്, എനിക്കതിൻ്റെ ഓർമ്മയില്ല. എനിക്ക് തന്നെ പരിചയമില്ലാത്തൊരു ഹിന്ദി വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തോ സഹയോഗം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്തോ ഒരു പേരാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ മറന്നുപോയി, നമ്മുടെ മനസ്സിലേക്കാത്തൊരു പേരാണ്. അപ്പോൾ ഇത് റെയിൽവേ വഴി വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേയുടെ എല്ലാ കൗണ്ടറുകളിലും ഉള്ള ഹിന്ദി. ഇപ്പോൾ ഈ സദേൺ റെയിൽവേയെ സംബന്ധിച്ച് ഇൻഫർമേഷൻ കൗണ്ടർ ഹിന്ദിയിൽ എഴുതിച്ച് എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും? കുറഞ്ഞ പക്ഷേ ഇംഗ്ലീഷിലും എഴുതുന്നതാണ്, മലയാളം വേണ്ട പോട്ടെ. അപ്പോൾ ഇത് ഇമ്പോസിഷൻ തന്നെയാണ്. ഇപ്പോൾ ദാവസായി പറഞ്ഞതുപോലെ അതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ല. അതിനിപ്പോൾ ഒരു പുതിയ ടേം വരുന്നത് വെച്ചാൽ റൈറ്റ് വിങ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. അതിനങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത്. അതായത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റുകൾ എന്ന് ആക്ഷേപിക്കപ്പെടുകയോ വിശേഷിപ്പിക്കുകയോ ചെയ്യുന്നവരാണ് അംബേദ്കറൈറ്റുകളാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രധാനം, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. നമ്മുടെ സണ്ണി കബിക്കാടൊക്കെ നിരന്തരം ഉപയോഗിക്കുന്നവരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ വന്ദിച്ചുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനെ തൊഴുതുകൊണ്ട് നരേന്ദ്രമോദി പാർലമെൻറ്റിൽ രംഗപ്രവേശം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അമ്പരം നിൽക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ഫാഷിസത്തെ ചെറുക്കാം. ആ ഫാഷിസത്തിനെതിരെ
ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ സമരങ്ങൾ നടന്നായിരുന്നു. ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഷെയർ ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ ഭരണഘടന തന്നെ നാളെ RSS ഉയർത്തിപ്പിടിക്കും, ഇതാണ് വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു പോകും. അപ്പോൾ ഈ ഫാഷിസത്തെ ഇനി എങ്ങനെ തോൽപ്പിക്കുമെന്ന് ചോദ്യമുണ്ട്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ അതവിടെ ഇരുന്നാലും അത് ഏട്ടിലെ എന്താണ് അക്ഷരങ്ങൾ മാത്രമാക്കി വെച്ചുകൊണ്ട് വേറെ രീതിയിൽ അവരുടെ അജണ്ട ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ആ സിസ്റ്റം ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എന്താണ് ഭരണഘടന ഉയർത്തിക്കൊണ്ട് ഫാഷിസത്തിനെതിരെ പോരാടാനൊന്നും തൽക്കാലം കഴിയുമെന്ന് തോന്നുന്നില്ല. യെസ്, അതൊക്കെയാണ് അതിലെ അഭിപ്രായങ്ങൾ.